സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഗാസ പൂർണ്ണമായും പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നെതന്യാഹുവിന് കടുത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ചരിത്രപരവും നാടകീയവുമായ തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജർമ്മനി. ഗാസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളുടെ ഇസ്രയേലിലേക്കുള്ള കയറ്റുമതി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കുന്നു എന്നാണ് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി എന്നത് കണക്കിലെടുക്കുമ്പോഴാണ് ഈ തീരുമാനം വളരെ ശ്രദ്ധേയമാകുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മെഴ്സിന്റെ തീരുമാനം. ഏറ്റവും പുതിയതായി ഗാസ പൂർണ്ണമായും പിടിക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു. ഇതിന് നെതന്യാഹുവിന് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് നൽകിയ അനുമതിക്ക് പിന്നാലെയാണ് ഇരുട്ടടിയുമായി ജർമ്മനി രംഗത്ത് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ജർമ്മൻ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. എന്തുകൊണ്ടാണ് ജർമ്മനി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? അതും വലിയൊരു സാമ്പത്തിക നഷ്ടം ജർമ്മനിക്ക് തന്നെ ഉണ്ടാക്കുന്ന തീരുമാനം. എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഇസ്രയേലിന് ജർമ്മനി ഈ നീക്കത്തിലൂടെ നൽകുന്നത്? ഇതോടെ ഗാസ ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ജർമ്മനിയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി വളരെ ശക്തമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ജൂതരെ കൊന്നൊടുക്കിയ നാസി ഹോളോകോസ്റ്റിന്റെ കുറ്റബോധം ഈ ബന്ധത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവുമാണ്. 2008 ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ സ്റ്റാർട്സ് റൈസൻ എന്ന നയം പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേലിന്റെ സുരക്ഷയെ ജർമ്മനിയുടെ പ്രത്യേക ഉത്തരവാദിത്തമായി കണക്കാക്കുന്ന നയമാണ് അത്. 2020-2024 കാലയളവിൽ ഇസ്രയേലിന്റെ മൊത്തം പ്രതിരോധ ഇറക്കുമതിയുടെ 30% ജർമ്മനിയിൽ നിന്നായിരുന്നു. അതായത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകി വരുന്നത് ജർമ്മനിയാണ്. പക്ഷേ ഗാസയിലെ ഇസ്രയേലിന്റെ ക്രൂരത എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടതോടെ ജർമ്മനിയിൽ വലിയ പൊതുജന പ്രതിഷേധം ഉടലെടുത്തു. നെതന്യാഹു നടത്തുന്നതും നാസി ഹോളോകോസ്റ്റിനെ പോലെ വംശഹത്യയാണെന്നും അതുകൊണ്ട് ഇസ്രയേലിന് ജർമ്മനി നൽകുന്ന പിന്തുണ പുനഃപരിശോധിക്കണമെന്നും പലതരത്തിൽ ആവശ്യമുയർന്നു. ഈ ആവശ്യം നിലനിൽക്കുമ്പോഴാണ് ഗാസ പൂർണ്ണമായി പിടിക്കുമെന്ന് ഇസ്രയേലിന്റെ പ്രഖ്യാപനം വരുന്നത്. ഇതോടെയാണ് നിർണായക പ്രഖ്യാപനവുമായി ചാൻസലർ മെഴ്സ് രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം ഇസ്രയേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഗാസ സിറ്റി കൈയടക്കാനുള്ള പദ്ധതി അംഗീകരിച്ചതാണ്. ഇസ്രയേലിന്റെ ഈ നീക്കം ഹമാസിനെ നിർവീര്യമാക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത് ഒരു പൂർണ്ണ ആയുധ ഉപരോധമല്ല. അതായത് ഇസ്രയേലിന് മേൽ ഇപ്പോൾ ജർമ്മനി കൊണ്ടുവന്നിരിക്കുന്നത് പൂർണ്ണമായ ആയുധ ഉപരോധമല്ല. ഗാസയിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുടെ കയറ്റുമതി മാത്രമാണ് നിർത്തിവെച്ചത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ളവയുടെ കയറ്റുമതി തുടരുമെന്നും മെഴ്സ് വ്യക്തമാക്കുന്നു. മറ്റ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് തുടരുമെന്നും ഇപ്പോഴത്തെ തീരുമാനം താൽക്കാലികമെന്നുമൊക്കെ മെഴ്സ് പറയുമ്പോഴും ഇസ്രയേലിനോടുള്ള നയം ജർമ്മനി മാറ്റുന്നു എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് പുതിയ നീക്കം. അത് ഉറപ്പിക്കാം. മെഴ്സിന്റെ തീരുമാനം ജർമ്മൻ നയത്തിലെ വാർണിംഗ് ഷോട്ട് ആണെന്നാണ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് സെക്യൂരിറ്റി അഫയേഴ്സിലെ ഗവേഷകയായിട്ടുള്ള മുറിയേൽ അസബർഗ് വിശേഷിപ്പിക്കുന്നത്. ജർമ്മൻ ചാൻസലറെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണം പൊതുജന വികാരം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു സർവേയുടെ കൂടി കാര്യം പറയാം. ഏറ്റവും പുതിയ പൊതുജന സർവേ പ്രകാരം ഇസ്രയേലിന്റെ ഗാസ നയം മാറ്റാൻ ജർമ്മനി സമ്മർദ്ദം ചെലുത്തണമെന്ന് 66% ജർമ്മൻകാർ ആഗ്രഹിക്കുന്നു. 2024 ഏപ്രിലിൽ ഈ സർവേ ഫലം 57%. മാത്രമല്ല പുതിയ സർവേ പ്രകാരം 47% പേർ പലസ്തീനികൾക്കായി ജർമ്മനി മതിയായ സഹായം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സർവേ പറയുന്നുണ്ട്. ഇതാണ്: 62% ജർമ്മൻകാർ നാസി ഹോളോകോസ്റ്റ് പ്രകാരമുള്ള അല്ലെങ്കിൽ കാരണമുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം ഇസ്രയേലിനോടുള്ള പ്രത്യേക ബാധ്യതയായി കാണുന്നില്ല. അതായത് ഹോളോകോസ്റ്റിനെ തുടർന്നുണ്ടായ ജൂതരോടുള്ള സഹതാപം നെതന്യാഹുവിന്റെ ഗാസ ക്രൂരതയോടെ ജർമ്മൻ ജനതയുടെ മനസ്സിൽ അവസാനിക്കുന്നു എന്നുകൂടി അതിനെ മനസ്സിലാക്കണം. ഹോളോകോസ്റ്റിനെ പോലെ തന്നെയല്ലേ ഗാസയിൽ നടക്കുന്ന വംശീയ ഹത്യ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇത്തരക്കാർ ഉയർത്തുന്നത്. ഇതെല്ലാം മെഴ്സ് പരിഗണിച്ചു എന്നാണ് പുതിയ തീരുമാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മെഴ്സിന്റെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഈ തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പ് ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കൂടുതൽ കർശന നടപടിയാണ് ഇസ്രയേലിനെതിരെ ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായി ആയുധ വിതരണം നിർത്തിവെക്കണമെന്നാണ് ഇടതുപക്ഷമായ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ ആവശ്യം. യൂറോപ്യൻ യൂണിയനിൽ ഇസ്രയേലിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിരുന്ന രാജ്യം കൂടിയാണ് ജർമ്മനി. യൂണിയനും ഇസ്രയേലും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ആയുധ കരാറായ EU ഇസ്രയേൽ അസോസിയേഷൻ എഗ്രിമെന്റ് പൂർണ്ണമായി റദ്ദു ചെയ്യണമെന്ന ആവശ്യത്തെ ശക്തമായി എതിർത്തുവന്ന രാജ്യവുമാണ് ജർമ്മനി.
ഗാസ കൂട്ടക്കൊലയോടെ ഇസ്രയേൽ കരാർ ലംഘനം നടത്തിയെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ കരാർ റദ്ദാക്കാൻ EU നീക്കം നടത്തുന്നത്. അതേ കാര്യം ഉന്നയിച്ച് ജർമ്മനി ഇപ്പോൾ ഇസ്രയേലിനെതിരെ നീങ്ങുമ്പോൾ EUവിലെ ഇസ്രയേലിനോടുള്ള അല്ലെങ്കിൽ ഇസ്രയേലിനുള്ള പിന്തുണ ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. അതായത് EU ഉപരോധം ഇസ്രയേലിനെതിരെ ഉടൻ തന്നെ നിലവിൽ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. EU ഉപരോധം വന്നാൽ നെതന്യാഹുവിന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ തിരിച്ചടിയായിരിക്കും അത്. അതായത് ജർമ്മനിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ ആഘാതം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് അർത്ഥമാക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ഇപ്പോൾ ജർമ്മനി. ലോകത്തെ സാമ്പത്തിക ശക്തികളുടെ ഗ്രൂപ്പായ G7 രാജ്യങ്ങളിൽ 4 പേരുടെ പിന്തുണയാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിലപാടിലേക്ക് ജർമ്മനി വരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അമേരിക്കയെ കൂടാതെ ഇറ്റലിയും ജപ്പാനുമാണ് ഇനി ഗ്രൂപ്പ് ഓഫ് 7 അല്ലെങ്കിൽ G7 ഉള്ളത്. ഇറ്റലിയും ജർമ്മനിക്ക് സമാനമായ തീരുമാനത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് സാമ്പത്തിക ശക്തികൾക്കിടയിൽ നെതന്യാഹു ഒറ്റപ്പെടുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും പ്രാബല്യത്തിൽ വരാവുന്ന അവസ്ഥയിലാണ്. അക്ഷരാർത്ഥത്തിൽ നെതന്യാഹു കുരുക്കിലാണ്. മാത്രമല്ല, ഗാസ ഒഴിപ്പിക്കൽ പദ്ധതി നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഗാസ സിറ്റി പദ്ധതിയെ ശക്തമായി വിമർശിച്ച് രംഗത്തുണ്ട്. തീരുമാനം ഉടൻ തിരുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ജർമ്മനിയുടെ തീരുമാനത്തിൽ കടുത്ത നിരാശയിലാണ് നെതന്യാഹു ഉള്ളത്. ഇത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന നടപടി എന്നാണ് നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊല്ലുന്ന നടപടിയെ എതിർക്കുമ്പോഴെല്ലാം നെതന്യാഹുവിന്റെ സ്ഥിരം നമ്പരാണ് അതുമായി ഹമാസിനെ കൂട്ടിക്കുഴയ്ക്കുക എന്നത്. അത് തന്നെയാണ് ജർമ്മനിയുടെ തീരുമാനത്തിനോടുള്ള പ്രതികരണത്തിലും നമ്മൾ കാണുന്നത്. എന്തായാലും നെതന്യാഹു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തീരുമാനമാണ് ജർമ്മനിയിൽ നിന്നുണ്ടായത് എന്നതാണ് സത്യം. കാനഡയും ഫ്രാൻസുമൊക്കെ പലസ്തീനു വേണ്ടി നിലപാട് സ്വീകരിച്ചപ്പോൾ കൂടുതൽ ശക്തമായാണ് നെതന്യാഹു പ്രതികരിച്ചത്. പക്ഷേ ചരിത്രപരമായ ശക്തമായ സൗഹൃദമുള്ള രാജ്യം, അതും ഇസ്രയേലിന്റെ സുരക്ഷയെ അവരുടെ ബാധ്യതയായി കാണുന്ന രാജ്യം, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നെതന്യാഹു ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ജർമ്മനിയുടെ തീരുമാനത്തിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അത് ഇസ്രയേലിന് എതിരാണ്, പലസ്തീന് അനുകൂലമാണ്. ചരിത്രപരമായ നയത്തിൽ തന്നെ ജർമ്മനി മാറ്റം വരുത്തി പുതിയ നിലപാട് സ്വീകരിക്കുമ്പോൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളെ സമാന തീരുമാനത്തിലേക്ക് എത്താൻ അത് പ്രേരണ നൽകുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുമാണ് ജർമ്മനിയുടെ തീരുമാനം. കൂടാതെ ലോകചേരി തന്നെ മാറി മറിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും എന്ന വിലയിരുത്തലും വരികയാണ്. എന്തായാലും ജർമ്മനിയുടെ തീരുമാനത്തോടെ ഗാസ പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇസ്രയേലിന് പിൻവാങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന് കാരണം ആയുധങ്ങളുടെ കുറവല്ല, അന്താരാഷ്ട്ര സമ്മർദ്ദം അത്രത്തോളം ശക്തമാകുന്നതാണ്. അമേരിക്കയുടെ പിന്തുണ കൊണ്ട് മാത്രം ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. അത് വീണ്ടും പറയാം, അങ്ങനെയുള്ള സ്ഥിതിയല്ല. മാത്രമല്ല, പഴയതുപോലെ ഇസ്രയേലിനെ ട്രംപ് പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റഷ്യക്കെതിരെ നീങ്ങുന്നതിലാണ് ട്രംപ് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത്. തീരുവ യുദ്ധം അമേരിക്കയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇസ്രയേൽ ദിശ തെറ്റിയ അവസ്ഥയിലാണ്. ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.